ഇപ്പൊ ലൈവിൽ നിവിൻ ഷാനവാസിനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. ഈ നിവിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഓവർ കോൺഫിഡൻസ് ആണ് ഇവിടെ കാണുന്നത്. ചുമ്മാ ഷാനവാസിനെ ചെന്ന് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, നിന്നെ ഞാൻ നാളെ പൊളിച്ചടുക്കി തരാം വൃത്തികെട്ടവനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് നിവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നിവിനാണെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആണ്. കാരണം നിവിൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇപ്പം ജിസയിലും ആര്യനും തമ്മിലുള്ള വിഷയത്തിൽ അനുമോളെ ഫയർ ചെയ്തല്ലോ. അപ്പം അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് ഈ നെവിൻ നോക്കുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളൊരു ധാരണ നിവിനുണ്ട്. അപ്പോൾ അനുമോളും ജിസയിലുമായിട്ടുള്ള വിഷയം ആ ഹൗസിലുള്ള ആൾക്കാർക്ക് അറിയാം. പ്രവീൺ ഇറങ്ങി കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? പ്രവീൺ കണ്ടു അവിടെ അങ്ങനെ ഒരു ജിസേലിൻ്റെ ആരിൻ്റെയും വിഷയത്തിൽ അങ്ങനെ പ്രവീണും കണ്ടിട്ടുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ മാറ്റി പറഞ്ഞു. അപ്പം ഈ അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ അത്രയും ഒരു പ്രശ്നം നടന്നിട്ട് പോലും അത് ലാലേട്ടൻ വന്ന സമയത്ത് അത് അങ്ങനല്ലെന്ന് വരുത്തി തീർത്തു. അപ്പം ഈ ഒരു വിഷയവും നെവിന് അനുകൂലമായിട്ട് നിൽക്കുമെന്ന് നെവിനൊരു ഓവർ കോൺഫിഡൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ ഷാനവാസ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ എന്ത് ആക്ഷൻ എടുത്താലും എനിക്കൊരു ചുക്കുമില്ല, പറയാനുള്ള കാര്യം ഞാൻ ലാലേട്ടൻ്റെ മുമ്പിൽ പറയും. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നാളെ ലാലേട്ടൻ വരുന്ന സമയത്ത് ഈ ഒരു വിഷയം ചർച്ചയാക്കും, ചോദിക്കാതിരിക്കത്തില്ല. കാരണം നെവിൻ ഇത് കൺവെൻഷൻ റൂമിൽ വിളിച്ച് ഒരുപാട് വട്ടം റിക്വസ്റ്റ് ചെയ്ത് വിളിച്ച് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടില്ലെന്ന് നടിച്ചും കളയത്തേ ഉള്ളായിരുന്നു. പക്ഷെ ഇത് ചോദിക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിയ സലീമിനെ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ചുകൂടെ ഒന്ന് ആളി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. റിയ സലീം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്യും, എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നറിയാം. എനിക്ക് തോന്നുന്നു ചിലപ്പം റോബിൻ പുറത്തു പോയതുപോലെ റിയാസ് വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രൊവോക്കഡ് ആയിട്ട് ഷാനവാസ് ചിലപ്പം കൈവയ്ക്കുക എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഷാനവാസ് പുറത്തു പോകും എന്നുള്ളൊരു ആ ഒരു ധാരണയും കാണുമായിരിക്കാം ബിഗ് ബോസ് ടീമിന്. എന്തായാലും ഈ ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വിഷയം കുറച്ചുകൂടി നാളെ കത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് റിയ സലീമിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതിലൊന്നും ഷാനവാസ് വീണ് കൊടുത്തിട്ടില്ല. റിയാസിന് കൊടുക്കാനുള്ളതെല്ലാം നല്ല രീതിയിൽ കൊടുത്തിട്ടാണ് റിയാസിനെ ഷാനവാസും അനീഷും കൂടെ വിട്ടിട്ടുള്ളത്, പഞ്ഞിക്കിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രോഗ്രസീവ് ചിന്താഗതിയെ തൊട്ട് അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഷോയാണ് ബിഗ് ബോസ് എന്ന് ബിഗ് ബോസ് ടീം പറയുന്നുണ്ട്. അപ്പം നാളെ ഇതിന് എതിരെ നെവിന് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് ബിഗ് ബോസ് ടീം അവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേലിൻ്റെയും ആരിൻ്റെയും ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാം ആദ്യം വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അവരെ ഫയർ ചെയ്യും, ഇതിനകത്ത് ലാലേട്ടൻ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പണിഷ്മെൻറ്റ് കൊടുക്കും, വാണിംഗ് കൊടുക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചാണ്. കാരണം ഫാമിലി കുട്ടികളും ഫാമിലി ഉൾപ്പെടെ കാണുന്ന ഒരു ഷോയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി അനുവദിക്കത്തില്ല എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ അവിടെ നേരെ തിരിച്ചായിരുന്നു. അനുമോക്കാണ് അവിടെ ഫയർ ഏറ്റിട്ടുള്ളത്. അനുമോളെയാണ് ലാലേട്ടൻ വന്ന് ഫയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന് ഇവിടെ സപ്പോർട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് ബിഗ് ബോസ് ടീമിൻ്റെ ഭാഗത്തു നിന്ന്. ലാലേട്ടനെ നോക്കണ്ട, കാരണം ലാലേട്ടൻ ഹോസ്റ്റാണ്, ലാലേട്ടൻ എഴുതി കൊടുക്കുന്ന സാധനമാണ് ലാലേട്ടൻ അവിടെ വന്ന് സംസാരിക്കുന്നത്, ചോദിക്കുന്നത് ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് പുള്ളിയോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ലാലേട്ടനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, പുള്ളി ജസ്റ്റ് ഒരു ഹോസ്റ്റ് മാത്രമാണ്. അപ്പം ഇതിൻ്റെ ഷോ ഡയറക്ടറും ബിഗ് ബോസ് ടീമും ബാക്കി ആൾക്കാരൊക്കെയാണ് ഇത് എങ്ങോട്ട് പോകണം, ഇതിൻ്റെ കഥ എങ്ങനെയൊക്കെ പോകണം എന്ന് അവരാണ് ഇതിന് സ്ക്രിപ്റ്റ് എഴുതി വിടുന്നത്. അപ്പോൾ അവരെ സ്ക്രിപ്റ്റിലൂടെ ആയിരിക്കും നാളെ ഷാനവാസ് അവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് ഷാനവാസ് തീരുമാനിക്കുന്നത്. ഇത് ഷാനവാസിന് പ്രതികൂലമായിട്ട് വരുവാണെങ്കിൽ, കാരണം ഷാനവാസ് അത്രയും കോൺഫിഡൻസ് ആയിട്ട് ഇന്നത്തെയും ലൈവ് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം ലൈവിനകത്ത് ഷാനവാസ് അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ നെവിനും അവിടെയുള്ള വീട്ടുകാരെല്ലാം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, ഈ കാര്യം പറഞ്ഞിട്ട് ഷാനവാസിനെ കളിയാക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ഷാനവാസ് ഇല്ല പട്ടി വിളിക്കുമല്ലോ ഇങ്ങനെ വിളിക്കുന്നത്, അങ്ങനെ ആക്കിയിട്ട് അവരെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വേദലക്ഷ്മി പുതിയൊരു ആരോപണമായിട്ട് വന്നത്. ഷാനവാസ് അങ്ങനെ മോശമായിട്ട് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അലിഗേഷനുമായിട്ട് വേദലക്ഷ്മി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മുമ്പിലെല്ലാം അത്രയും കോൺഫിഡൻസ് ആയിട്ട് നിന്നിട്ട് നാളെ ഷാനവാസിന് പ്രതികൂലമാണ് ഈ ഒരു വിധി ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് വരുന്നെങ്കിൽ പിന്നെ ഒരു കാരണവച്ചാലും ഷാനവാസിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അഥവാ നിന്ന് കഴിഞ്ഞാലും ഷാനവാസ് ഈ ഒരു പ്രോബ്ലം കിടക്കുന്നുണ്ട്, മുമ്പോട്ട് ഷാനവാസിൻ്റെ ഗെയിമിനെയൊക്കെ അത് ബാധിക്കും. ഷാനവാസ് ക്വിറ്റ് ചെയ്യും, ഷോ ക്വിറ്റ് ചെയ്യും, അതിൽ ഒരു സംശയവുമില്ല. കാരണം ഷാനവാസ് നമുക്ക് അറിയാം അത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് പറയുന്നൊരു വ്യക്തിയാണ്. കാരണം സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലിലെ സ്ട്രോങ് ആണ്. ഇന്നലെയും
ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്രയ്ക്കും അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി ഇങ്ങനൊരു വിഷയത്തിൽ പുള്ളിക്ക് അനുകൂലമായിട്ടല്ല വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ അവിടെ നിൽക്കത്തില്ല. പിന്നെ നെവിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നെവിനും നിൽക്കാൻ ചാൻസ് ഇല്ല. നെവിന് പ്രതികൂലമായിട്ടാണ് വരുന്നതെങ്കിൽ നെവിനും നിൽക്കത്തില്ല, നെവിനും ഷോ വിട്ടിറങ്ങും. ഇവിടെ നെവിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. കാരണം ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, അവർ ജിസേലിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ ബോഡിയിൽ ടച്ച് ചെയ്യാൻ ഒരാൾക്ക് അനുവാദമില്ല, അവരെ അനുവാദമില്ലാതെ ടച്ച് ചെയ്യുന്നത് അത് ശരിയല്ലെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നെവിൻ്റെ അടുത്ത് ഒരുപാട് വട്ടം ഷാനവാസ് പറഞ്ഞാണ് ടച്ച് ചെയ്യൽ ബോഡിയിൽ ടച്ച് ചെയ്ത്, അതിന് ടച്ച് ചെയ്യുന്നതൊരു രീതി ഉണ്ട്. ഇവൻ എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത്, ഈ നെവിൻ എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത്, അത് വേറെ രീതിയിലാണ് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഷാനവാസ് പറഞ്ഞത് ഇനി ടച്ച് ചെയ്യല്ല, ഇങ്ങനെ ടച്ച് ചെയ്യല്ലെന്ന്. അതുകൊണ്ടാണ് നെവിനുമായിട്ടാണ് ആദ്യം ഷാനവാസ് ബെഡ് ഷെയർ ചെയ്ത് കിടന്നുകൊണ്ടിരുന്നത്, വലിയ ബെഡിനകത്ത്. പിന്നെ ഷാനവാസ് സെപ്പറേറ്റ് മാറി കിടന്നു, ഈ നെവിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ. കൺവെൻഷൻ റൂമിൽ പറഞ്ഞു, ബിഗ് ബോസിനോടൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ കണ്ടതാണ്. പക്ഷെ നാളെ ഇവർ ഈ വിഷ്വൽ കാണിക്കുമെന്ന് അറിയത്തില്ല. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പം, ഞാൻ പറഞ്ഞല്ലോ, ഇത് ചിലപ്പം ഈ പ്രോഗ്രസീവ് ചിന്താഗതിക്കാരൊക്കെ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോ ആയതുകൊണ്ട് ഇത് മിക്കവാറും ഈ കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. കാരണം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് എതിരാവുമല്ലോ. കാരണം ഈ നെവിൻ അവിടെ വന്നിട്ട് ഇങ്ങനൊരു കുറ്റം ചെയ്തു, അപ്പം ആ കമ്മ്യൂണിറ്റിയെ എല്ലാം കൂടെ ആയിട്ടാണ് ഇത് ബാധിക്കുന്നത്. അപ്പം മിക്കവാറും ആ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ചിലപ്പം ഷാനവാസിന് അനുകൂലമായിട്ട് സംസാരിക്കത്തില്ല, ഷാനവാസിന് പ്രതികൂലമായിട്ടേ സംസാരിക്കൂ. നാളെ അവിടെ നിൽക്കുന്ന ആൾക്കാരിലെല്ലാം എൻ്റെ ഒരു ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടന് ഓരോ ആൾക്കാരത്തും ചോദിക്കും, നിങ്ങൾക്ക് ഈ നെവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ബാക്കി എല്ലാ ആൾക്കാരും നെവിനെ സപ്പോർട്ട് ചെയ്യും, ഷാനവാസിനെ അവിടെ കുറ്റപ്പെടുത്തും. നമുക്ക് ആർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല ലാലേട്ടാ, പിന്നെന്ത് ഷാനവാസിന് മാത്രം ഉണ്ടായിട്ടുണ്ട്, പുള്ളിയുടെ ചിന്താഗതി തെറ്റാണ്, കാഴ്ചപ്പാട് തെറ്റാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും കുറ്റപ്പെടുത്തും. എനിക്ക് ചെറിയൊരു ശതമാനം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം ജിഷൻ കൂടെ നിൽക്കും, അനുമോൾ കൂടെ നിൽക്കും, അതുപോലെ അനീഷ് കൂടെ നിൽക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു 80% ചാൻസ് ആണ്. കാരണം ഇവരുടെ അടുത്തൊന്നും നെവിൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും പെടും. പിന്നെ ഷാനവാസ് ഒറ്റയ്ക്കേ ഉള്ളൂ. അല്ലേ ഈ അനുവിൻ്റെ, പിന്നെ അവർക്ക് പറയാം ആദിൽ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ പ്രവീൺ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ആദിലെയും അവിടെ കള്ളം പറയും, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ലാലേട്ടാന്ന് പറയും. കാരണം അനുവിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പം എന്തായാലും നാളെ ഈ ഒരു വിഷയത്തിൽ ഷാനവാസ് മാത്രമേ ഒറ്റയ്ക്ക് അവിടെ സംസാരിക്കാൻ കാണൂ. പിന്നെ അനീഷിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. അനീഷ് ഷാനവാസിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും എന്നൊരു ഉറപ്പുണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ഒരു ബോണ്ട് ഉണ്ടല്ലോ. നാളെ ഷാനവാസിൻ്റെ ഭാഗത്താണ് കുറ്റമെന്ന് ബിഗ് ബോസ് ടീം വരുത്തി തീർക്കുവാണെങ്കിൽ, അങ്ങനെയൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഇവർ തമ്മിലുള്ളൊരു ബന്ധം അവിടെ മുറിയാൻ ചാൻസ് ഉണ്ട്. കാരണം അനീഷ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ലൈവിൽ അനീഷ് പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, നിന്റെ ഭാഗത്താണ് ശരിയെന്ന് എനിക്കറിയാം, നിനക്ക് പൂർണ്ണ പിന്തുണയും ഞാൻ തരുമെന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അനുമോള കാര്യവും, പിന്നെ ലാലേട്ടൻ്റെ ഫയറിങ് എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് എല്ലാം കട്ടൻ പണം മടക്കി അവിടെ ഇരിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നാളെ ഷാനവാസിന് അനുകൂലമായിട്ട് നിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്ന് ഷാനവാസിന് വയ്യാതെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പുള്ളിക്ക് ഓൾറെഡി ഒരു അറ്റാക്ക് വന്നതാണ്, ഇച്ചിരി പുള്ളിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളാണ്. അതുപോലെ ഒരു ആക്സിഡൻറ്റിനകത്ത് കാലിൻ്റെ ഉപ്പൂറ്റി ഉണ്ടല്ലോ, ഉപ്പൂറ്റി പൊളന്നിട്ട് പിന്നെ അവിടെ 9-10 സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുള്ള വ്യക്തിയാണ്. കാലൊക്കെ ഒരു 4 വർഷം മുമ്പ് കാലൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളതാണ്, ബൈക്ക് ആക്സിഡൻറ്റിൽ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പം അതുപോലെ മെഡിസിനൊക്കെ ഗുളികയൊക്കെ കഴിക്കുന്ന ഒരാളാണ്. അപ്പം ഇന്ന് ലൈവിനകത്ത് ഒരു 1/2-3 മണിക്കൂർ ഷാനവാസിനെ കാണിച്ചതേ ഇല്ല. പക്ഷെ എപ്പിസോഡിനകത്ത് അത് ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഇന്ന് കാണിച്ചില്ലെങ്കിൽ നാളെ പിന്നെ കാണിക്കത്തില്ല. അപ്പം ഇന്നത്തെ ചിലപ്പോൾ നാളെ ലൈവിനകത്ത് കാണിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എപ്പിസോഡിനകത്ത് കാണിക്കത്തില്ല, പക്ഷെ ലൈവിനകത്ത് കാണിക്കും. ഇന്നത്തെ ഇതിനകത്ത് കുറേ കട്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ലൈവ് ഷാനവാസിൻ്റെ ഭാഗമൊന്നും കുറേ കാണിക്കുന്നില്ല, 3/4 മണിക്കൂറൊന്നും കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഷാനവാസിനെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസിനെ കാണിക്കുന്ന ടൈമിനകത്ത് ഇവർ
അനീഷുമായിട്ട് കുറേ സംസാരിക്കുന്നതൊക്കെ ഉണ്ട്, എന്തൊക്കെയോ പോയി സംസാരിക്കുന്നത്. അപ്പം അതിനകത്ത് അനീഷ് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഷാനവാസിനെ മെഡിക്കൽ ചെക്കപ്പിന് പുറത്ത് കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കാം. ചെറിയൊരു നെഞ്ചുവേനയൊക്കെ വന്നിട്ട് ഇന്നലെ കാണും. ഇന്നലെ പുള്ളിക്ക് അത്രയും പ്രഷറായിരുന്നു, പ്രഷറും ജോലി, ഓവറായിട്ടുള്ള ജോലി. അപ്പം ഓൾറെഡി ഒരു വട്ടം അറ്റാക്ക് വന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം നമുക്ക് നാളെ എന്താവും നടക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഷാനവാസിൻ്റെ ഭാഗത്ത് 100% ശരിയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഷാനവാസിന് പ്രതികൂലമായിട്ട് വരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഈ ഷാനവാസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇതായിരിക്കും കേട്ടോ ഈ ബിഗ് ബോസ് ടീം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം ഗുഡ് നൈറ്റ്, സീ യു.